Assalamualaikum, welcome back to my channel. It's a special day, so I thought of taking a vlog. Special day എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിച്ചത്? All days are special, but ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അതൊക്കെയാണ് പോയിരിക്കും ബിക്കോസ് ഞാൻ രാവിലെ അവിടെ മുമ്പ് തന്നെ എണീച്ചിരിപ്പുണ്ട് ബിക്കോസ് ഓഫ് മൈ വൺ ആൻഡ് ഓൺലി സൺ. രാവിലെ എണീച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സെക്കൻഡ് നാപ്പാണ്. ഐ മീൻ ഹീ സ്ലീപ്പിംഗ് അഗെയിൻ. വെൽക്കം. ഞാൻ വിചാരിച്ച സോണു വന്നെയാണ്, അപ്പൊ ഞാൻ ഇങ്ങനെ സ്പേസ് കൊടുത്ത് സോണു പോയി അങ്ങോട്ട്. അപ്പോ എബ്രു രാവിലെ ആവണ മുമ്പ് തന്നെ എണീറ്റു, കുറച്ച് കളിച്ചു, ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് ടി വി ഒക്കെ കണ്ടു. എഗെയിൻ ഹീ സ്ലീപ്പിംഗ് നൗ. ഫ്രഷ് ആയിട്ട് ഉറങ്ങുകയാണ്. അപ്പോ ഞാൻ കിച്ചണിൽ കയറി ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് മേക്കിംഗ്. എന്റെ ടേം അല്ലത് ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് പ്രിപ്പയറിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. അതെന്തായാലും സോണു പ്രിപ്പയർ ചെയ്യാണ്ട്. വെൽക്കം. So I always love to prepare lunch. As you guys know, നിങ്ങൾക്കറിയാം എനിക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യാനാണ് ഇഷ്ടം. സോ ഇന്ന് ലഞ്ച് സിമ്പിൾ ആയിട്ടുള്ള ലഞ്ച് അല്ല, ഇന്ന് കുറച്ച് അടിപൊളിയായിട്ടുള്ള ലഞ്ചാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത്. അതായത് ഫിഷ് ബിരിയാണിയാണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോണത്. ബിക്കോസ് ഇന്നൊരു അതിഥി ഉണ്ട്, നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് നമുക്ക്. ഇപ്പോ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫിഷ് ബിരിയാണിയിൽ സ്വീറ്റ് പൊട്ടാറ്റോ ഒന്നും ഇടൂല, ഇത് എബ്രൂന് കൊടുക്കാൻ വേണ്ടിയാണ്. ആൻഡ് യാ, അപ്പോൾ നമുക്ക് ഫിഷ് ബിരിയാണി സ്റ്റാർട്ട് ചെയ്യാം. സോണന്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട്, ആക്ച്വലി നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ കാണിച്ചു തരാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് പ്രിപ്പയറിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ കഴിച്ചിട്ടില്ല. ഇറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആക്ച്വലി. Drink as much as you can. എനിക്ക് ബോട്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കുറേ വെള്ളം കുടിക്കുകയുള്ളൂ. ബോട്ടിലില്ലെങ്കിൽ വെള്ളത്തിന്റെ സൈഡിലോട്ടേ ഞാൻ പോകില്ല. ബോട്ടിൽ ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് ഫിൽ ചെയ്യണം. ഐ മീൻ ഫിൽഡ് ബോട്ടിൽ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സ്ലിം ഇങ്ങനെ വെറുതെ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഫിഷിന്റെ പേരെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ബിരിയാണി ഉണ്ടാക്കാൻ പോണ ഫിഷിന്റെ പേരെന്താന്ന് അറിഞ്ഞത്. ഒരു തിളക്കണ സൗണ്ട് കേൾക്കണം നിങ്ങൾക്ക്. എഗ് കറിയാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിലോട്ടുള്ളതാ, ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ളതാ. നിങ്ങൾ കറക്റ്റാക്കി കേൾക്കാന്ന് വെച്ചാൽ ചെറുതായിട്ട് ഒരു കിളി പോലെ ഇല്ല, എനിക്ക് ഉറപ്പില്ലാത്തതിൻ്റെ. ഇറ്റ്സ് ബീൻ ഫ്യൂ ഡേയ്സ് ഉറങ്ങണില്ല ഞാൻ ബിക്കോസ് എബ്രു ഇസ് നോട്ട് വെൽ. കുറച്ച് കോൾഡ് ചുമയൊക്കെ ആയിട്ട്. അറിയാലോ, നമുക്ക് കോൾഡ് വന്നാൽ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റൂല. ത്രോട്ട് പെയിൻ, ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് അവന്. അപ്പോൾ മെഡിക്കേഷനിലാണ് അവനിപ്പോൾ, മെഡിസിനൊക്കെ ഉണ്ട്. സോ യാ, ഓൾ ബോഡീസ് ക്യാൻ റിലേറ്റ്. ഉറക്കമില്ലാത്ത രാത്രികൾ. ന്യൂ ബോൺ സ്റ്റേജുള്ളപ്പോൾ I was enjoying it. I used to enjoy it because ആദ്യമായിട്ടല്ലേ, ഒരു ന്യൂ എക്സ്പീരിയൻസ്. പിന്നെ ഒച്ച എത്ര സംസാരിക്കാറില്ല. ഫുൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ് ഞാൻ ഒച്ച എടുക്കാതെ സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്റെ എനർജി എത്ര ലോ ആയിട്ടുണ്ടാവും? അതൊക്കെ എല്ലാത്തതിന്റെയാണ്. ഇവര് ചോറ് തുറക്കുമ്പോ നമ്മൾ രാവിലെ താഴെ ഹോട്ട് ചോക്ലേറ്റ് മേ ബി അത് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് എനർജി വരും തോന്നുന്നു. എടുത്ത് വെച്ച് കഴിച്ച് പെട്ടിയില്ല. അപ്പൊ ബാ, ഇന്നത്തെ കാര്യം പറ. ഞാൻ കുറച്ച് ലോ വോയിസിലാണ് പറഞ്ഞ, എനിക്ക് കുറച്ച് ബൂസ്റ്റ് ആക്കും. എന്താണ് സ്പെഷ്യൽ, ഏതാണ്, എന്താണ് എല്ലാം പറയൂ. ലൈറ്റിട്ടെ ബാക്കില് കുറച്ചുകൂടി ബ്രൈറ്റ് കണ്ട, ബ്രൈറ്റ്നസ് കയറി. എല്ലാ ലൈറ്റ് ഇടുമ്പോൾ കുറച്ച് ബ്രൈറ്റ്നസ് വരും. അപ്പൊ എന്താണ് പറയേണ്ടത്? പറയൂ. നീ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു അതന്നെ. നീ കുറച്ച് ബൂസ്റ്റ് ആക്കി പറ. യെസ്,
എന്റെ ഫ്രണ്ട്, അതായത് friend ചൈൽഡ്ഹുഡ് പറഞ്ഞ ഫ്രണ്ട്, മൈ ബാലകാല സഖി. വിളിച്ചു വന്നിട്ട് പറ, അതല്ലേ അതിന്റെ ഒരു vibe. ഞാൻ വിളിച്ചില്ല. നിമ്മി നിമ്മി പോയി കൊണ്ടുപോകാന്നേ. ഞാൻ കൊണ്ടുവന്നെ. നമുക്കൊരു പണി കൊടുക്കും. ഒരു background music കിട്ടോ? മാസായിട്ട് വരാനാണ്. കുടുങ്ങി കുടുങ്ങി ഗൈസ് ഇതാണ് ഇവർക്ക് ഏജ് ആയിട്ടേ ഉള്ളൂ. ഇത് മെച്ചൂരിറ്റി ഇല്ല ഗൈസ്. ഭയങ്കര കിട്ടിഷാണ് രണ്ടുപേര് ഇപ്പോഴും. ഞാൻ ഇവരെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഫുൾ പണ്ടത്തെ സ്റ്റോറി ഒക്കെ പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കണേ. അപ്പൊ നിമ്മ പറയണേ, പണ്ടത്തെ വീഡിയോയിൽ നീ എന്നെ പറഞ്ഞില്ലല്ലോ, നീ എന്തിനാണ് അവിടെ വന്നത്? വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ല എനിക്ക്, പക്ഷെ നമ്മളടുത്ത് എപ്പോഴും പറയാറുണ്ട്. ഇല്ല, ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പൊന്നാരമ്മ ഫ്രണ്ടിനെ കാണാൻ പോകുമ്പോ അത് ഫ്രണ്ട് നിമ്മിന്ന് ഒരു വീഡിയോ പറഞ്ഞില്ലെന്നാ പറഞ്ഞത്. എനിക്ക് ഭയങ്കര സങ്കടം. അപ്പൊ ഇതാണ് നിമ്മി. പറ എന്റെ സോളപ്പുള്ളോട് എങ്ങനെ സ്കൂൾ കോളേജ് എങ്ങനെ സ്കൂള് മൂന്നാം ക്ലാസ് തേർഡ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡ് തൊട്ട് 10th +2 എത്തിയപ്പോ ഇതൊക്കെ വേറെ സ്ഥലത്തോട്ട് പോയി. അവിടെ മൈസൂര് പഠിക്കാൻ പോയി. പിന്നെ ഡിഗ്രി എത്തിയപ്പോ വന്ന് എക്കണോമിക്സ്, ഞാൻ സോഷ്യോളജി. അത് കഴിഞ്ഞിട്ടും ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ഇടയ്ക്ക് ഇനി എവിടെയാണ് ചോദിക്കും. അങ്ങനെ ഇവള് പിന്നെ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് തിരക്കുണ്ട്. ഞാൻ പിന്നെ വീട്ടിലിരിക്കുന്ന എനിക്ക് അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. അയ്യോ, വീട്ടിലിരിക്കണത് ജോലിയല്ല. പക്ഷെ ഇവള് ഡബിൾ ഡ്യൂട്ടി ചെയ്യണം. ജോലിക്കും പോണം, വീട്ടിലത്തെയും ചെയ്യണം. അതാ പ്രശ്നം. നമുക്ക് തന്നെ വീട്ടിലത്തെ ഡബിൾ ഡ്യൂട്ടി പോലെയൊക്കെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാല്ലേ. ആലോചിച്ചോക്കെ അവിടെ പോയിട്ട് നമ്മൾ ജോലി ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് ജോലി ചെയ്യണമെങ്കിൽ കറക്ക് പ്രാന്തം എടുത്തത്. ഇവർ സംസാരിക്കുന്ന ടൈമിൽ ഞാൻ മസാല ഒക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ടൈം വേസ്റ്റ് ചെയ്യാത്ത നല്ല മുട്ടക്കറി തിളക്കുന്നുണ്ട്, നല്ല ചൂടുണ്ട്. അരിന്റ് ഇതിന്റെ കെട്ടിയാല് പേരാണ് അരിന്റി. അരിന്റി ഇപ്പൊ എവിടെയാണ്? സിംഗപ്പൂര്, മലേഷ്യ ബോർഡറിൽ. പറയടി, ജോലി പറയടി. ഷിപ്പ് പറ എന്ത് ജോലിയാണ് പറയാൻ? ഷിപ്പിൽ വർക്ക് ചെയ്യാം. ഷിപ്പിൽ വർക്ക് ചെയ്യാം. 6 മാസം കരയിൽ 6 മാസം അങ്ങനെയല്ലേ? അല്ല, 6 മാസം ഷിപ്പിലാണ്. 6 മാസം അല്ലേ? ഇവിടെ വരുമ്പോ 6 മാസം നിൽക്കണമെന്നില്ല. 2 മാസമൊക്കെ നിൽക്കും. അങ്ങനെയാണ് സംഭവം. നമുക്ക് ഇങ്ങനെ പണ്ടൊക്കെ കേൾക്കാറില്ലേ, 6 മാസം കരയിൽ 6 മാസം ഷിപ്പ്. അങ്ങനെ സംഭവമല്ല. 6 മാസം ഷിപ്പില് 2 മാസം ലീവ് എടുത്ത് വരുമ്പോ ഇവിടെ കാണാം. ആക്ച്വലി നിമ്മി ലാസ്റ്റ് വീക്ക് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അല്ലെ, വേറെ സ്ഥലത്ത് പോകുന്ന ആള് ഇവിടെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഇതേ പോയി. അപ്പൊ അത് ഒന്നും അല്ലാത്ത ടൈമായിരുന്നു. സോ വി ഓർഡർഡ് ഫുഡ് ഫ്രം ഔട്ട്സൈഡ്. നമ്മൾ പുറത്തുനിന്നാണ് ഫുഡ് വർത്തിച്ച് കഴിപ്പിച്ചത്. അന്ന് ഐ ടോൾഡ് ഹർ, എന്റെ കയ്യിൽ നിന്ന് ഞാൻ വെച്ച് കഴിപ്പിക്കും അടുത്ത പ്രാവശ്യം വരുന്നു. സോ ഇന്ന് നമ്മളൊരു ഐറ്റം ഉണ്ടാക്കി അയക്കും. അതിനുശേഷം നിമ്മി ഇങ്ങോട്ട് വരില്ല തോന്നുന്നു. അപ്പൊ ഇതാണ് എന്റെ ബിരിയാണി ഫ്ലെൻസ്. ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും എന്താണ് രണ്ടുപേരും ബ്ലിങ്കേഴ്സ് അടിച്ചിരിക്കുന്നു. ഞാൻ എന്താ പറയണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കട്ടെ. എനിക്കൊന്നും പറയാനില്ല. എനിക്കെന്ത് പറയാൻ, ഇങ്ങനെ പറഞ്ഞ ശരിയില്ല. സെൻട്രൽ സർവീസ് ഓഫീസിലാണ് ജോലി കേട്ടോ. നമ്മ അവിടെ പഠിച്ചവിടെ അവിടെ എന്താണ് ഒന്നും വേണ്ടേ, എവിടെ ജോലി ചെയ്യണമെന്ന് പറയണ്ടേ. അപ്പൊ അവിടെ തന്നെയാണ് ജോലി ചെയ്യണത്. അത്യാവശ്യം തടിയൊന്നുമില്ല. അല്ല, എന്നെ പോലെ തന്നെ അവള്. ഞാൻ ഇപ്പൊ തടി കൂടിയെന്ന് പറഞ്ഞപ്പോ ശരിയാണ്, നീ തടി കൂടി, നീ എന്താണ് തടി കുറക്കാത്തത്? അപ്പൊ ഞാൻ പറഞ്ഞു മടി, അതെന്നെ കാര്യം. ഇവക്കും അത് ഇവളും പറഞ്ഞു ഞാൻ തടി കുറക്കാം. ഏത് തടിയെന്നല്ലോ, ബെല്ലിക്കാറ്റ് കുറച്ചുണ്ടെന്ന്. അതുപോലെ കുറക്കാൻ വേണ്ടി ഇങ്ങനെ. അപ്പൊ ഞാനല്ലേ കുഴപ്പമില്ല, ഞാൻ തടി കുറക്കും. നിമ്മി പറഞ്ഞില്ലേ എന്തായാലും. അതെ, നിമ്മി പറഞ്ഞോണ്ട് ഞാൻ കുഴപ്പമില്ല. ഇത് ഈ ഫിഷിന്റെ പേര് അതിനോട് എനിക്ക് എന്തോ ഒരു ഫിഷ്, വലിയ ഫിഷ് അല്ലേ? എല്ലാ ഫിഷും വലിയ ഫിഷ്. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടിനി. ഇവരവിടെ പോയ സ്ഥലത്തുണ്ടായിരുന്നേ ബ്രേക്ക്ഫാസ്റ്റ്. അവിടെ കറിക്ക് കൂടുതലായിരുന്നു.
കറക്ക് കൂടുതൽ എരിവ് കൂടുതലാണ് കറക്ക് എരിവ് കൂടുതലായതുകൊണ്ട് ചപ്പാത്തി തന്നെ. പക്ഷെ ഇവിടെ ചപ്പാത്തി മുട്ടക്കറിയാണ് അതും കഴിച്ചു. അതിന് വെക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് മഷൂരിന്റെ ഫിഷ് ബിരിയാണി കഴിക്കാം. അതാണ് സ്പെഷ്യൽ. നിങ്ങളുടെ മീനിൽ തന്നെ ഞാൻ മീൻസ് നല്ല സ്ട്രേറ്റ്. പണ്ട് നല്ല മുടിയായിരുന്നു. ഇപ്പൊ പോയി ഒന്നുമില്ല. ഒന്നുമില്ല ഇപ്പൊ. പണ്ട് നല്ലോണം ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെ കണ്ടു ഞാൻ ഇങ്ങനെ കൊല്ലും. നീ ഇതിനാണോ പോയെന്ന് ചോദിക്കും. ഇത് ഒരു സർപ്രൈസ് വ്ളോഗിങ് ആയിപ്പോയി. അതെ അതെ. പക്ഷെ വേഗം ഇങ്ങനെ വന്നൊരു ക്യാമറ വെച്ചാൽ പിന്നെ എപ്പോഴും പണി കൊടുക്കണമായിരുന്നു. എനിക്കതിന്റെ ഒരു ഓർമ്മ പോലും ഇല്ല. ഞാൻ ഇങ്ങനെയെങ്കിലും വേഗം കറിയാക്കാൻ ഉണ്ടാക്കിയ അങ്ങനത്തെ ചിത്രപ്പാട്ടൊക്കെ ഇങ്ങനത്തെ സ്പെഷ്യൽ മൊമെന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യണം. ഇപ്പൊ ഇവർക്ക് കുറച്ച് സംസാരിക്കാനൊക്കെ ഓക്വേർഡ് ഫീൽ ആവും, ഷൈ ഒക്കെ ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഇതെടുത്ത് നോക്കുമ്പോൾ ഇറ്റ് വുഡ് ബി എന്താ പറയാ ഒരു വെരി ഗുഡ് മെമ്മറി ആയിരിക്കും. സോ ഐ ഓൾവേസ് ക്യാപ്ചർ മെമ്മറീസ്. അവള് ക്യാപ്ചർ ചെയ്യാൻ ക്യാമറ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ ഓർത്തത്. ഓ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യായിരുന്നല്ലോ. ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനെന്നുള്ള കാര്യം തന്നെ എപ്പോഴും ഓർത്തത്. കുഴപ്പമില്ല. ആളുടെ എന്റെ എല്ലാം ഉണ്ടപ്പോഴുള്ള ആളോ. ഒരു കാര്യം പറയട്ടെ, 10 ദിവസത്തെ ബാലി കറങ്ങി വരാ, ഇന്തോനേഷ്യ പോയി വരാന്ന് പറഞ്ഞു പോയ ആള് റിട്ടേൺ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഫാമിലി മിസ്സായിട്ട് വയ്യ ഗൈസ്. ഇന്നെത്തും ആള്. 10 ദിവസം ഒന്നും ഇരിക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞല്ലേ നിങ്ങൾക്ക് അപ്പോഴേ പറഞ്ഞു 2 ദിവസത്തിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് 5 ദിവസം ഇരുന്നു. 5 ദിവസമല്ല, 10-ാം തീയതിയാണ് തിരിച്ചു വരേണ്ടത്. അതിന് മുമ്പേ വരുന്നുണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് വർക്ക് കൊടുക്കാം. ഇത്ര വധിച്ചത് മതി. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഞാൻ മസാല ഒക്കെ ആക്കി സെറ്റ് ഒക്കെ വെക്കാം. ഏതാണ് എപ്പോഴും ഉപയോഗിക്കാം? ഇതല്ലേ ഇതുപോലത്തെ ഒരു കത്ത വെടിയുടെ ഒരു കത്തിക്കുമ്പോ ഉച്ചയല്ല കഴിച്ച് നമ്മളെ വീട്ടില് ദേഷ്യമാണ്. ആ കത്തിയാണ് ഞാൻ ഉപയോഗിക്കണം. ആ കത്തിയോടെ ഫിഷ് മസാല ആക്കി വെച്ചിട്ടുണ്ട്. ഐ എം വെരി ഹംഗ്രി, ഡാം ഹംഗ്രി. അപ്പൊ സോനു എനിക്ക് വേണ്ടി ചപ്പാത്തി ചൂടാൻ പോണ്. മൊച്ചക്കറി. സോനു കോൺഫ്ലെക്സ് കഴിക്കുന്നുണ്ടായിരുന്നു. സോനു പിന്നെ പണ്ടേ പരിഷ്കാരി ആയതുകൊണ്ടിട്ട് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിച്ചത് എപ്പോഴും. ഐ എം വെരി ഹംഗ്രി. മുട്ടക്കറി റെഡിയാണ്. ഞാൻ ഓണാക്കിയിട്ടുണ്ടാന്ന് നോക്കിയത് ക്യാമറ. ഫ്ലിപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും പാടുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, രാവിലെ തന്നെ എനിക്ക് നല്ല വിശപ്പായിരിക്കും. ബിക്കോസ് ഐ എം ഫീഡിങ് മദർ. അപ്പൊ എനിക്ക് ഭയങ്കര വിശപ്പായിരിക്കും. രാവിലെ തന്നെ ഇങ്ങനെ ക്രേവിങ്സ് ഒക്കെ വരും. അതൊക്കെ തിന്നാൻ തോന്നും. ബട്ട് ഐ കൺട്രോൾ. എന്നിട്ട് സ്നാക്സ് എല്ലാം എടുത്തു വയ്ക്കും. രാവിലെ ഞാൻ സ്നാക്സ് കഴിക്കൂല. എന്തെങ്കിലും കറവും രാവിലെ വിതൗട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഐ ഡോണ്ട് നീഡ് സ്നാക്സ്. ട്യൂട്ടി ഫ്രൂട്ടി ബ്രെഡ് കഴിച്ചത് സ്നാക്സ് ആണ്. അത് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്. അതിന് ഗ്യാസ് എടുക്കോട്ടാ എന്താണ് കഴിക്കാൻ. ഇപ്പൊ ഈ ബ്രെഡ് ഇൻ ദ മോർണിംഗ് എനിക്ക് സ്റ്റൊമക്കിൽ എനിക്ക് ഗ്യാസ് എടുക്കും. ചപ്പാത്തി കഴിക്കുന്നത് ഗ്യാസ് എടുക്കും. എന്നിട്ട് ഓപ്ഷൻ ഇല്ലാതെ നമുക്ക് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ബിഗ് ബാസ്കറ്റിൽ സാധനങ്ങൾ എത്തിച്ചിട്ട് ഇതിന് വേണ്ട സ്വീറ്റ് പൊട്ടാറ്റോ, ഷീറ, ബ്രോക്കോളി, ബ്രോക്കലി. സോ ബിരിയാണിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാണ്. ആദ്യം ഇതൊന്നും മസാല ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഫിഷ് ഫ്രൈ ചെയ്ത എണ്ണയിൽ ആണ് മസാല ചെയ്യാൻ പോണേ. നമുക്ക് 2 ടൈപ്പ് വെക്കാം ബിരിയാണി. വിതൗട്ട് ഫ്രൈ, ഫിഷ് ഫ്രൈ ചെയ്യാതെ, അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ചെയ്തിട്ട്. 2 ടൈപ്പ് വെക്കാം. പച്ച മസാല പോലെ അപ്പോ ഞാനിപ്പോ വെക്കാൻ പോണ ഫ്രൈ ചെയ്തിട്ടാണ്. മഷൂരിന്റെ ചപ്പാത്തി. അത് ചെയ്യുന്നിട്ട് കുറച്ച് ഗ്യാസ് അടിക്കണം. യൂഷ്വലി ചോറിനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യൂലേ നോർമലി. അപ്പൊ കുറച്ച് അധികം നേരം വെക്കും. ബിരിയാണിക്കായത് കൊണ്ടിട്ട് അധികം നേരം വെക്കൂല. വെച്ചാൽ നല്ലതാണ്. ഇത് നമ്മള് എപ്പോഴും വെച്ചിട്ട് 4 മണിക്ക് ഫുഡ് കഴിക്കാം. പക്ഷെ അങ്ങനെ ഗസ്റ്റിന് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് കറക്റ്റ് 1 o'clock ഫുഡ് കൊടുക്കണം. അതുകൊണ്ട് പെട്ടെന്ന് ഫിനിഷ് ചെയ്യണം. അത്യാവശ്യം മസാല പിടിച്ചിട്ടുണ്ടാവും മൈസൂർ. നമുക്ക് എപ്പോഴാണെങ്കിലും കുഴപ്പമില്ല. ആക്ച്വലി യൂഷ്വൽ ടൈമിങ്സ് ഒന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ.
അപ്പൊ 11 മണി. ഇപ്പൊ 11 ആയി. അപ്പൊ 1 o'clock ആകുമ്പോ എന്തായാലും ഇതാവും. കുട്ടിക്ക് വെക്കണ്ട ഫിഷ് കൊടുക്കുന്നു. 2 ചപ്പാത്തി ഉണ്ട്. മതി വേണം മതി 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 വേണ്ട വേണ്ട മതി. അല്ല ഒന്നും എനിക്ക് വേണമെങ്കിൽ എടുക്കാം. എടുക്കട്ടെ. എന്നിട്ട് ആവുമ്പോ പരിപാടിനെ കൂടെ എടുക്കുകയായിരുന്നു. അങ്ങനെ ഒന്നുകൂടെ എടുക്കാം. ബീഫ് ചിക്കൻ ഒക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു മുട്ടക്കറി അല്ലേ, അതുകൊണ്ട് 2 മതി. ഫിഷ് കാണിച്ചു തരാം ഗൈസ്. തിരിച്ചു മറിച്ചൊന്നും ഞാൻ കാണിക്കൂല, ജസ്റ്റ് ഇങ്ങനെ കണ്ടാൽ മതി. ഇനി അത് ഒരു സൈഡ് വേവണ ടൈമില് ലെറ്റ് മീ ഈറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, കഴിക്കുന്നേ അത് കുഴപ്പമൊന്നുമില്ല. ആ ഏയ് ഉപ്പില്ലേന്ന് തോന്നുന്നു. ആ ഉണ്ട് മതി മതി മതി. എഗ് കറിയും കയ്യിൽ ഫിഷിന്റെ മണം, അതാണ് ഒരു സുഖമില്ലാത്ത കറി. അടിപൊളി. സോനുടെ ഫ്രണ്ട്സ് ഓൾറെഡി വന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് വന്നത്. സോ എത്ര പറഞ്ഞിട്ടും കഴിക്കാനുള്ള കൈ ഒന്നുകൂടെ വാഷാക്കട്ടെ. സോനു അടിപൊളി കേട്ടാ. ഇപ്പഴാണ് അവൾ ഫീൽ കിട്ടിയ കൈ കഴുകിട്ട് കഴിച്ചപ്പ. അല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഫുഡ് കാണാൻ വേണ്ടിട്ട് കൈ ഞാൻ മസാല ഒക്കെ ചെയ്ത് വന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ. ഇപ്പൊ അടിപൊളിയായിട്ടുണ്ട്. ചപ്പാത്തിയും എഗ് കറിയും നല്ല കോമ്പിനേഷൻ. യൂഷ്വലി സോനു ചപ്പാത്തിയും പയറൊക്കെ വെക്കണം, എനിക്ക് ഇഷ്ടമല്ല. ഇതുപോലെ അപ്പം വെക്കാനാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പം മാവ് കിട്ടില്ല. അല്ല, ചെറുപയറും ചപ്പാത്തി നല്ല കോമ്പിനേഷൻ. കൂടെ സവാളയും കൂടെ അരിഞ്ഞിട്ട് അതും കൂടെ ഇടണം. അതൊക്കെ ടേസ്റ്റ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ചെറുപയറും സവാള അരിഞ്ഞതും കൂടി കൂട്ടിയിട്ടിട്ട് രണ്ടും കൂടി കൂട്ടി കുഴച്ച് നല്ല ടേസ്റ്റ്. പെട്ടെന്ന് കഴിക്കട്ടെ, എൻജോയ് ചെയ്ത് കഴിക്കാൻ ടൈമില്ല. പെട്ടെന്ന് കഴിക്കട്ടെ. ഞാൻ പരിപാടി തുടങ്ങി മസാല ചെയ്തുകൊണ്ടിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടും ഇറ്റ് വാസ് റിയലി യമ്മി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വയറിനറിഞ്ഞു. 2 എഗ് കഴിച്ചു ഞാൻ ആൻഡ് 2 ചപ്പാത്തി. പ്രോട്ടീൻ കേക്ക് ഒന്ന് ഷെയർ ചെയ്തു. അപ്പോൾ മസാല നല്ലോണം വാട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ ബിരിയാണി ഉണ്ടാക്കണമെന്ന് പ്രത്യേകിച്ച് കാണിക്കേണ്ടല്ലോ, അറിയാമല്ലോ നിങ്ങൾ. സുനു അവിടെ ഒളിച്ചു നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ കിച്ചൺ ഡോർ അടിച്ചു ബിക്കോസ് ദേ ആർ വാച്ചിങ് മൂവി. അപ്പോൾ സൗണ്ട് വരും ഇങ്ങോട്ട്. സൗണ്ട് വരും എന്ന് പറഞ്ഞിട്ട് അവരത് ഓഫ് ചെയ്യാൻ പറയാൻ പറ്റില്ല. ദേ ആർ ഗസ്റ്റ് റൈറ്റ്. സോ അവർ മൂവിയാണട്ടെ. ഞാനവിടെ കിച്ചൺ ഡോർ അടിച്ചിരിക്കുക. സുനു അവിടെ നിന്ന് ഒളിച്ചു നോക്കിപ്പോയി. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. ഇൻഷാല്ലാ നമുക്ക് ഉണ്ടാക്കാം. അയ്യോ വെറുതെ അല്ല, ഇത് ഓണായി കിടക്കണേ. ഇപ്പൊ ഒരു ശാന്തതയില്ലേ, കുറച്ച് ദിവസമായില്ലേ ഇപ്പൊ വ്ലോഗ് എടുത്തിട്ട്. അതാണ് ഇപ്പൊ എന്റെ എനർജി എന്ന് പറയണത്. എങ്ങനെയായിരിക്കും, ഇറ്റ് ഗെറ്റ്സ് ഫ്ലക്ച്വേറ്റിംഗ്. ഒരു പ്രാവശ്യം ഭയങ്കര എനർജി ആയിരിക്കും. അപ്പൊ ഞാൻ നല്ല വ്ലോഗ് എടുക്കും, റീൽ എടുക്കും, എല്ലാം ചെയ്യും. ചിലപ്പോ ഐ ഫീൽ സോ ലോ, ഭയങ്കര എനർജി ഉണ്ടാവൂല, എന്തൊക്കെയോ പോലെ തോന്നും, വെറുതെ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ, അങ്ങനെയെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കണമെങ്കിൽ ഗിൽട്ട് അടിക്കുകയും ചെയ്യും. ഫീൽ സോ ഗിൽറ്റി, ഞാൻ ഇങ്ങനെ എന്തിനാ വെറുതെ ഇരിക്കുക, ഹാവ് ടു ഡു സംതിങ് അങ്ങനെയൊക്കെ. സോ മിക്സ്ഡ് എമോഷൻസ് ആണ്. എന്താണ് അറിഞ്ഞൂടെ ഡീലിംഗ് വിത്ത് ഇറ്റ്. അപ്പൊ ഇതൊന്ന് നല്ലോണം വഴഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാൻ. ഇവിടെ സുഹാനിത്ത സിങ്കിലോട്ട് കൈയിട്ടിട്ട് ട്രഷർ കിട്ടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുക.
ചിലർക്ക് ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല. അല്ല മിക്കവർക്കും ഇഷ്ടമല്ല. എന്റെ മമ്മ ഇടും അങ്ങനെ ചോറിനെ പോലെ. മമ്മ അതൊക്കെ നമുക്ക് Experience. പാടില്ല. അത് ഇനി വെള്ളം പോകാൻ വേണ്ടി കാത്തിരുന്ന് ഗ്യാപടത്തിരുന്ന് അതിന് മുമ്പേ നമ്മൾ വേസ്റ്റ് വെള്ളം കളയുക. ഈ പാത്രം കഴുകലെന്ന് പറഞ്ഞൊരു ചട്ടം. പാത്രം കഴുകല്, തുണി മടക്കല്. തുണി മടക്കൽ എല്ലാവർക്കും മടിയാണ് ഇവിടെ. നമ്മള് ബെഡിൽ ഇങ്ങനെ നിറഞ്ഞിട്ട് കാണണം. ഇവിടെ ഞാൻ എന്ത് ചെയ്ത് അത് കുറയ്ക്കാൻ വേണ്ടി സുനുവിന് കൊടുത്ത് ആ ജോലി. എന്നിട്ട് സുനു അത് കൂട്ടി 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 ഒരു കുന്നാക്കിയിട്ട് ലാസ്റ്റ് അതൊരു വൃത്തികേടാവുമ്പോഴായിരിക്കും മടക്കണത്. ഇന്നലെ മടക്കുണ്ടായിരുന്നു വെച്ചിട്ട് സ്പീക്കർ സോങ്ങൊക്കെ വെച്ച് നല്ലൊരു മൂഡിലൊക്കെ ഇരുന്നിട്ട് എല്ലാം മടക്കി മടക്കി വെച്ച് റൂമൊക്കെ ഒതുക്കി. ഭാഗ്യം ഗസ്റ്റ് അപ്പൊ തന്നെ ഗസ്റ്റ് ഒന്നുകൊണ്ട് നന്നായി. അല്ലെങ്കിൽ അത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു നടക്കണേ. സോമൻ എപ്പോഴും ഭയങ്കര ചൂടാണ്. ഭയങ്കര ചൂടും ഭയങ്കര ബോഡി വെരി അലർജിയാണ് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞേ സൺലൈറ്റിന്റെ അലർജി ആയിരിക്കുമോ എന്നൊരു സംശയം. കണ്ണിന്റെ അടിയിലൊക്കെ ഇവിടെയൊക്കെ ചുമന്ന് വന്നുണ്ട്. ഇങ്ങനെ ചോറിന് നമ്മൾ മൂത്ത് മുളക് പൊടി ഇട്ട പോലത്തെ ഒരു ഫീലാണ്. ഇങ്ങനെ എരിയും വെയിലൊക്കെ കൊണ്ട് ഞാൻ പിള്ളേരെ സ്കൂളിലൊക്കെ ആക്കാൻ പോകുമല്ലോ. അപ്പൊ ആ ചൂടടിച്ച ഓക്കെ കാര്യം നമ്മളിങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്ന പണി നടക്കൂല. ടാർഗറ്റ് പോലെ നമ്മൾ പണി കഴിയണം പറ്റത്. ഇപ്പൊ എനിക്ക് ചെറുതായി ചൂടെടുക്കാൻ തുടങ്ങി. കുറെ നേരമായില്ലേ ഇപ്പൊ കിച്ചണിൽ. അപ്പൊ എന്റെ ടാർഗറ്റ് 1 മണിയാകുമ്പോ കഴിയണമെന്നല്ല, എന്റെ മോൻ എണീക്കുന്ന മുമ്പ് കഴിയണമെന്നാണ്. ബിക്കോസ് അവൻ എണീച്ച് കഴിഞ്ഞാൽ നത്തിങ് വർക്കായി. എന്റെ കൈ നേരമില്ല. പിന്നെ ഞാൻ ഈ ഒരു കയ്യിലിപ്പോ ക്യാമറ അല്ലേ, പിന്നെ ഒരു കയ്യിൽ അവനെ പിടിക്കേണ്ടി വരും, ഒരു കയ്യിൽ ഈ തവൻ പിടിക്കണം. 3 കൈ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നെന്ന് തോന്നുന്നു. ഒരു കയ്യിൽ എപ്പോഴും അവനെ പിടിച്ചോണ്ടിരിക്കാം. അപ്പൊ ഓക്കെ ഓടേപ്പോ നമുക്കിപ്പോ ഫുൾ ടങ് ഇഷ്ടമാണ്. ഞമ്മക്കെന്ന് പറയും. ടൊമാറ്റോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കട്ടെ. പക്ഷെ അതിന് സംസാരിക്കാല്ലേ. ഇവിടെ വെക്കാം. ഫുൾ കിച്ചണിൽ കാണാമല്ലോ. അപ്പൊ ഞാൻ ഇനി അടുത്ത ടൊമാറ്റോ ആണ് ഇടാൻ പോണേ. അങ്ങോട്ട് പോയാൽ കാണൂലേ. അപ്പൊ അപ്പുറത്തെ കട്ടി വെച്ച് ഓ മൈ ഗോഡ്. ഓക്കെ, ഞാൻ ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ സ്മെല്ലൊക്കെ പോയാന്ന് നോക്കിയതാണ്. ലാസ്റ്റ് വേണം നമുക്ക് ടൊമാറ്റോ ഇട്ട്. പക്ഷെ അധികം ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. നല്ല ബിരിയാണി ഇങ്ങനെ മസാല ജ്യൂസി ആയിട്ടിരുന്ന ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ബേബി എന്തായാലും ഒരു 1 PM ആകുമ്പോൾ എത്തും. സോ ഉച്ചകല്ല രാത്രി അല്ല. അൽഹംദുലില്ലാ. അപ്പൊ ബേബിക്കും ടേസ്റ്റ് ചെയ്യാനുള്ളത് വെക്കണം നമുക്ക്. അപ്പോ ഓക്കെ, മസാല റെഡിയാണ്. ഇതിൽ ഞാനൊരു പീസ് കബാബ് ചെയ്യാത്ത ഫിഷ് ഇട്ടിട്ടുണ്ട്. ഐ മീൻ ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചില്ല, അതല്ല, വേറെ ഫ്രഷ് ഫിഷ് ഉണ്ടാവൂലേ നമുക്ക് കഴുകി വെച്ചത്, അത് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലൊരു ഫിഷിന്റെ ഫ്ലേവർ നമുക്ക് ഇട്ടുള്ളൂ. ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല വെന്ത് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കതില് ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് വെച്ചു കൊടുക്കാം. ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ്സ് ലിഡിട്ടിട്ട് വെക്കണം. അപ്പൊ ആ ഫിഷിന്റെ ഇതൊക്കെ ഇറങ്ങും. ബിരിയാണി വെക്കാൻ ആക്ച്വലി ഈസിയാണ്. എനിക്ക് ഈ വെജ് സദ്യ ഇതൊക്കെ ഉണ്ടാക്കുന്നേക്കാൾ ബിരിയാണിയാണ് ഈസി, പെട്ടെന്ന് കഴിക്കും. ദ തിങ് ഈസ് കുറച്ച് പീസായിട്ടിരിക്കണം നമ്മൾ, അല്ലെങ്കിൽ നടക്കൂല. ഓക്കെ, സെറ്റ്. അപ്പൊ ഇതൊന്നും ലിഡ് 2-3 മിനിറ്റ്സ് വെക്കാൻ മതി. ഗായ്സ്, അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മസാല ഒക്കെ സെറ്റ് ആകുമ്പോ നമ്മളെ പുച്ചൻ എണീറ്റിട്ടുണ്ട്.
ഭാഗ്യം നല്ല മൂഡിലാണ്, അല്ലെ ഞാൻ പെട്ടെന്ന് കഴിച്ചു. ഒറ്റണം അപ്പൊ ഒറ്റണം ഉമ്മന്റെ ഫ്രണ്ട് വാട്ടർ തരട്ടോ അമ്മേ, വാട്ടർ കുടിച്ചിട്ട് പോവാം നമുക്ക്. വാട്ടർ കുടിച്ചിട്ട് നമുക്ക് പോവാട്ടാ. വാട്ടർ നല്ല ചൂടുള്ള വാട്ടർ നമുക്ക് കുറച്ച് വെള്ളം മിക്സ് ആക്കാം. അല്ല ഇത് ഇതേ വരുമ്പോ 1 പറയണ്ട, 2 പറയാനുണ്ട് ഗൈസ്. എപ്പോ ഉറങ്ങി എണീച്ചാലും ഡേ ടൈം ആവട്ടെ, ഇങ്ങനെ ഇടയ്ക്കുള്ള ഉറക്കത്തിൽ എണീക്കൂലേ, അങ്ങനെ എപ്പോ എണീച്ചാലും ഐ ഗിവ് ഹിം വാട്ടർ ഫസ്റ്റ്. 450 I give him water first. അത് എന്താ എബു കുടിച്ച്. ബിസ്മില്ലാ. ഇറ്റ്സ് ഗുഡ്. രാവിലെ ആണെങ്കിൽ അവന് ഫസ്റ്റ് വാട്ടറാണ് കൊടുക്കണം. ഇതിങ്ങനെ ഇടയ്ക്ക് ഉറങ്ങി എണീക്കുമ്പോഴും അവർ ഡീഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും. ചിലപ്പോൾ ഐ ഫീഡ് ഹിം. എന്തായാലും ഞാൻ വാട്ടർ കമ്പൽസറി ആയിട്ട് കൊടുക്കും. അപ്പോൾ ഇവനിപ്പോൾ എണീറ്റ സ്ഥിതിക്ക് ഞാൻ ഒന്നാണ് പുന്നാരിച്ചിട്ട് എൻ്റെ അടുത്ത് കഴിച്ചിട്ടൊക്കെ വരാം. പിന്നെ റൈസ് ഇട്ടിട്ട് നമുക്ക് ദമ്മാക്കാം. ഓക്കെ, ഒരു ബായ് പറയും. ടാറ്റാ ബൈ. നമുക്ക് പോവാട്ടോ. ഗൈസ്, ഇവിടെ ഒരാൾ എന്താണ് തലയിലാക്കിയത് നോക്ക്. എന്താണത് തലയിൽ? ഞാന് ജസ്റ്റ് ഒന്ന് ഫുഡ് എടുത്താൻ പോയി വരണ ഗ്യാപ്പില് എന്താ നോക്കി നോക്കി മുടി ഒട്ടിയിരിക്കണേ. ഫുഡ് കൊടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചു. ഓയിലിട്ട പോകുന്നു, സ്ലൈമ് മുടിയിൽ ഒട്ടിച്ച് വെച്ചേക്കണേ. ഇപ്പൊ അത്രയും എടുത്തതാണ് നമ്മള്. ഓയിലിട്ട പോവായിരിക്കും അതേ. ബൈക്കിൽ കയറണോണ്ട് കൊടുത്തിട്ട് വേണം. കേറാൻ നോക്കണോ നോക്കി. കേറ്. രണ്ട് കാലം അപ്പുറത്തോട്ട്. കേറ്. ഓ, എനിക്കാണെങ്കിൽ ഇടയിൽ കൂടി നോക്കാനും പറ്റുള്ളൂ. ഓ മൈ ഗോഡ്, മോട്ടറാണ് കറക്റ്റ് ടൈമിങ്ങില്ല. മോട്ടർ ഓഫ് ചെയ്യാൻ പറയട്ടെ ഞാൻ. സുനു, അയ്യോ സുനു, മോട്ടർ ഓഫ് ചെയ്തേ. ഉള്ളില് ഞാൻ പറയലും വരലും ഒരുമിച്ചായിരുന്നു. മോട്ടർ വെള്ളം നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. വായില് ഫുഡ് വെച്ച് കബീഷിരിക്കണ പോലെ ഉണ്ട്. 5 മിനിറ്റ് കഴിയുമ്പോൾ തുപ്പും. എത്ര നേരം വെച്ചിട്ട് കാണിച്ചു കൊടുക്കട്ടെ. കബീഷിന്റെ ഫേസ് കാണിക്കട്ടെ. എവിടെ കാണിച്ചു? വായിലിങ്ങനെ കൂട്ടി തലയിൽ കുറെ സ്ലൈം, തലയിൽ കുറെ സ്ലൈം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. മാസെന്നാണ് വിചാരം. ആണോ അബു? ബ്രൂം 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 ബ്രൂ. എയർ കളയാൻ വെച്ചേക്കണം. നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കാണിച്ചില്ലേ, അപ്പൊ മതിലൊക്കെ ഇങ്ങനത്തെ കോലം വരുന്നില്ലേ, അപ്പത്തേക്ക് എല്ലാരും മതിലൊക്കെ ഒന്ന് ശരിയാക്കി കൂടെയെന്ന്. എന്ത് വൃത്തികേടാണ്. അല്ല, അതാ പറഞ്ഞ, ഇനിയിപ്പോ മഴയൊക്കെ മാറി നല്ല വെയില് വന്ന ആ ഒരു ടൈമില് എല്ലാം കളഞ്ഞ് ചെയ്യണോന്ന് പറഞ്ഞോണ്ടിരിക്കണം. അതന്നെ അവര് പറഞ്ഞിട്ടാ നമ്മ ഇപ്പൊ തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് ചെയ്യണമല്ലേണെന്ന്. അങ്ങനെയല്ല, അത് ചെയ്യും, പക്ഷെ കറക്റ്റ് ടൈമിങ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ അപ്പത്തെ റാണി ആന്റി ആണെങ്കിലും മഴ വന്നെ എന്റെ തൊട്ട് മുമ്പിൽ ചെയ്തു. ഇപ്പൊ എന്ത് പറ്റി? ആന്റിയുടെ മതിൽ ഇതുപോലെ തന്നെ ഇരിക്കണം. വെറുതെ ചെയ്തത് വേസ്റ്റായി. ഇതിപ്പോ ഇത് ചെടിച്ചട്ടിന്ന് ഒഴുകിയിട്ടാണ് ഈ ഒരു ഓറഞ്ച് കളർ വന്നത്. അതിന്റെ ചെടിച്ചട്ടി മാറ്റി, അങ്ങനെ വൃത്തികേടാണ്. ഇത് വെള്ളം വീണ് ഈ മേളിന്ന് വെള്ളം വീണ് ഇനിയിപ്പൊ ഇതൊക്കെ ശരിയാക്കണമെങ്കിൽ നല്ല വെയില് വന്ന ഒരു ടൈമില് ഞാൻ പോണോ? ഓണാണ് അബു. ഞാനിവിടെ കയറി. ഓ, അങ്ങനെ നിമ്മി കാറൊക്കെ ഓടിച്ചിട്ടാ വന്നത്.
ഞാനും ഓടിക്കും. നിമ്മിക്ക് ഈ കാറൊക്കെ ഓടിച്ചിട്ട് പോകുമ്പോ ഞാൻ തന്നെ കേക്കോ. അവളൊക്കെ കണ്ട സ്വന്തമായിട്ട് കാറൊക്കെ ഓടിച്ച് എല്ലായിടത്തും പോണ്. ഞാനിവിടെ കാർ ഓടിക്കാൻ പഠിക്കാൻ വേണ്ടി ലൈസൻസ് എടുക്കാൻ വേണ്ടി പോണോന്ന് പറയലോ അത്രേ ഉള്ളൂ. കഴിഞ്ഞ പോവല് റോഡിലോട്ട് പോണ്ട. ഇങ്ങനെ തന്നെ ചുമ പനി എല്ലാം ഉണ്ട്. പനി ഇടക്കിടക്ക് വരും. അങ്ങാട് പോവോ ഇങ്ങോട്ട് പോവോ. ഈ കാർ ഇവിടെ വെറുതെ കിടക്കുന്നുള്ളൂ. ഓടിക്കാൻ അറിയാൻ പാടാത്തോണ്ട് ഇങ്ങനെ കിടക്കണം. ബസ്സില്ലാത്ത സമയത്ത് യൂബർ പിടിച്ചാണ് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പോണത്. അപ്പൊ പോവാനേ തോന്നൂല. പോയി വരുമ്പോ പറയും ഈ കാർ ഇവിടെ കിടക്കണുണ്ടില്ല വെറുതെ. വെള്ളത്തിൽ കളിക്കാൻ പോണം. വേണ്ട പോ. ഉവാവു. എന്റെ 2 വീലറും മൊത്തത്തിൽ മാറ്റണം. പഴയതായി. മറ്റേ ഫുൾ മോഡിഫൈ ചെയ്താലോന്ന് ആലോചിക്കണേ എനിക്ക്. ഇപ്പൊ കൊറേ ഇയറായി. നമ്മ ആദ്യം എടുത്തതല്ലേ 2, 3, 4, 5 വർഷമായി തോന്നുന്നു. പഴയതായി. ഫുൾ മോഡിഫൈ ചെയ്താലോന്ന് ആലോചിക്കണം. എങ്ങനെയുണ്ട്? വെള്ളത്തിൽ പോണ്ട. വാ ഇവിടെ വാ. പിടിക്കാൻ പോണു വെള്ളത്തിന്. ഇങ്ങോട്ട് വാ. ചൂച്ചു വരും. ചൂച്ചു ഞാൻ, സുനു, സൈഗു, എബ്രു എല്ലാരും വെള്ളപ്പുരന്താണ്. വാ വെള്ളപ്പുരന്തന്മാരെ വരൂ. അപ്പൊ ഓക്കെ ഗൈസ്, തളയും പുള്ളയും ഇരുന്ന് ഫുഡൊക്കെ കൊടുത്ത് 1 മണിക്കൂർ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് വരും. അപ്പത്തേക്കും ഞാൻ ഉള്ളിൽ പോയി ചോറ് വെന്തോട്ടുണ്ടാന്ന് നോക്കട്ടെ. ചോർ അതിനാ പോണ ഇടാൻ. അങ്ങനെ ബിരിയാണി കണ്ടില്ലേ, ടിഫിനൊക്കെ താഴെട്ടേക്കാണ് അതിന്റെ പൊക്കത്തുണ്ടായിരുന്നു. ബിരിയാണി റെഡിയാണ്. ഞാനിപ്പോ ദമ്മിലിടാൻ വെച്ചേക്കുവാ. വേറെ ഒന്നും കാണിക്കാൻ പറ്റില്ല. എന്റെ സ്ട്രെസ് ലെവലില്ലേ അത്ര ഹൈയായി. ഒരു സൈഡിൽ ഇവന് ഫുഡ് കൊടുക്കാൻ കണ്ടില്ലേ നേരത്തെ, അതിനിടെ സ്ലൈം കണ്ടില്ല തലയില്. അതെങ്ങനെ എടുക്കും ഓർത്ത് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കണം. കുറെ ഓയിലൊക്കെ ഇട്ട് പിന്നെ ചീപ്പ് ഫോം യൂസ് ആക്കിയിട്ട് പതുക്കെ ഏരി എടുക്കണായിരുന്നു. ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് പാകത്തിന് ഓക്കെ കാണിച്ചു തരാം. ഹെയർ കാണിക്ക കണ്ടില്ലേ. ദീദിയുടെ സെയിം കളറാണ് മുടി. എന്റെ പ്യോർ ബ്ലാക്ക്. ഇതിന് കണ്ടില്ലേ ഫോറിനേഴ്സിനെ പോലെ. കുച്ചമ്മയ്ക്കൊരു കിഷ് തരും. അങ്ങനെ അവൻ കുളിച്ച് ഫ്രഷ് ആയി. ഇന്നധികം കഴിച്ചില്ല, അങ്ങനെ ബാക്കി വെച്ച് അതിന് ഫോഴ്സ് ചെയ്യും. പിന്നെ വിശക്കുമ്പോ കൊടുക്കൊന്നുകൂടെ. നോ 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 അമ്മ ഉമ്മിത്തരവാ. അവന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഉമ്മിത്തര. കുഞ്ഞ് അവിടെ പോയിട്ട് കഴിച്ചോ. എന്താ 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 കുഞ്ഞി കുഞ്ഞി എന്താ. Go. Go. Bye. അത് കിട്ടിയാകുമ്പോ ശരി കൂടുതൽ കൊടുക്കാതെന്ന് പറയും. ദമ്മിട്ട് കഴിഞ്ഞിട്ട് വേണം കൊടുക്കാൻ. ദം ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എനിക്കില്ല ഇങ്ങനെ കുറച്ച് സമാധാനം വേണം ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ. സ്ട്രെസ്സായി കഴിഞ്ഞാൽ ആ ഇടയിലാണ് സ്ലൈമിന്റെ സ്ട്രെസ്സൊക്കെ വന്നത്. സ്ലൈം സോണിപ്പോൾ കുളിക്കാൻ പോയിട്ടുണ്ടോ വന്നായിരിക്കും. സോ ദം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെള്ളം വിട്ടേ ഞാൻ. സോണ വരാൻ വേണ്ടിയാണ് എക്സ്പ്രഷൻ ഇട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ ബ്ലാക്ക് പാന്റ് ആയിരുന്നു ഇട്ടിരുന്നത്. അതിന്റെ മൊത്തം വെള്ളത്തിൽ കളിച്ച് നനച്ച് എന്നെ നനച്ച് ഒന്നാമതാണ് വയ്യ. സ്റ്റിൽ ഹീസ് പ്ലേയിങ്. ഹായ് ബേബി. എവിടെ ഉമ്മി തന്നത്? എവിടെ മാം? ഉമ്മി തന്ന മമ്മ എവിടെ? Where is the mom? Where is the mom? ഉമ്മി തന്നല്ലോ. ഞാൻ കൊടുത്തായിരുന്നല്ലോ. ഇല്ല ഞാൻ കൊടുത്ത് ഒരു ബോളില് നോക്കേ. ഉമ്മി തന്ന മമ്മ എവിടെ ഇട്ട് ബേബി? എന്തായി
ഓക്കെ ഗുഡ് ബോയ്. അപ്പൊ നമുക്ക് ചോറൊക്കെ വിളമ്പാം അല്ലേ? ഫിഷ് ബിരിയാണി ഫിഷിന്റെ ഇതില് വിളമ്പാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കോർക്കാം. വാ, ഫിഷ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? അത് നമുക്കെല്ലാം അരണ്ട. അതെല്ലാം വേണമെന്നാണ്. ഫിഷൊക്കെ ഞാൻ മാറ്റാൻ പോണം കേട്ടോ. നീ തന്നെ ഹാൻഡിൽ ഉമ്മയുടെ ഗുഡ് ബേബി അല്ലേ? 1 2 അതല്ലേ നീ അവിടെ വെച്ചത്? മമ്മ അവിടെ എല്ലാ ഫിഷും കുഞ്ഞു കുഞ്ഞു ഫിഷൊക്കെ ഉണ്ട് പിള്ളേർക്ക് കാണുമ്പോ ഇഷ്ടം. ഓക്കെ ഫിഷ്. ഇനി നമുക്ക് റൈസ് ഇടാം ഒരു ബോളിൽ. ആക്ച്വലി ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ ഒന്നും ആയിട്ടില്ല. ബിക്കോസ് ഇടക്ക് ഞാൻ പോയില്ലേ, ഐ വാസ് സ്ട്രെസ്ഡ്. കുഞ്ഞി അമ്മ വേണോ? ഉമ്മി വാഴ തന്നാലേ നിനക്ക് സമാധാനം ഉണ്ടാവുള്ളൂ അല്ലേ? വാഴി കൊടുക്കാനാണ്. അവിടെ പോയി വാഴി കൊടുക്കാൻ. വാഴ കൊടുക്കാനാ? ഓക്കെ, ഇനി ഞാൻ റൈസ് ഇടട്ടെ. ഞാനില്ലേ എപ്പോഴും ഉണ്ടാക്കണ പോലെ ആയില്ല. ഭയങ്കര സ്ട്രെസ്സായി പോയി അവന് സ്ലൈം ഒക്കെ ഇതാക്കിയപ്പോ. അപ്പോ നിന്റെ ഫ്രണ്ട് എന്ത് വിചാരിക്കോ? നീ എന്ത് വിചാരിക്കോ? എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. നിനക്ക് കണ്ടറിഞ്ഞൂടെ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് വേറെ ടൈപ്പ്. മസാല പറഞ്ഞാലേ ചോറ് എന്താ? ചോറ് കുഴപ്പമൊന്നുമില്ല. ചിലപ്പോ സൈഗിനൊക്കെ ഇതായിരിക്കും ഓക്കെ ആണ്, ബിക്കോസ് അധികം മസാല ഇല്ല. മസാല പറഞ്ഞിട്ടാണോന്ന് വെച്ചാൽ മിക്സ് ആക്കിയില്ലേ? ഒരാൾ ചൂടാണ് മോനെ. ഇതാണ് പ്രശ്നം കഴിച്ച്. ഞാൻ പിന്നെ സമാധാനത്തിൽ എങ്ങനെ ഉണ്ടാക്കാനാണ് എനിക്ക് ടെൻഷനാവും. ഇങ്ങനെ വരുമ്പോ ചൂടൊക്കെ സാധനങ്ങളല്ലേ. ഓണായി നോക്കാം, കഴിച്ചിട്ട് നോക്കാം. ഉമ്മ വേറെ കുഞ്ഞേ ഇങ്ങനെ സ്ട്രെസ് ആക്കി തിക്കല്ലേ മോനെ. ടേബിളൊക്കെ ക്ലിയർ ആണോ? സുനുവിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നേ. ആൾക്കാരെല്ലാരും ഓരോ പണിയിലല്ലേ. അതിന്റെ പൊക്കത്തിൽ നിന്നിട്ട് ഉമ്മയുടെ ഫ്രണ്ട് ഇമ്മിയാണ് കേട്ടാ. അപ്പൊ സുനു ഞാൻ പറഞ്ഞു ഞങ്ങൾ എല്ലാരും മഷുമ്മിന്ന് വിളിക്കണം. നീയും വിളിച്ചാൽ മതി മഷുമ്മി. ഷോൾ വലിക്കല്ലേ കുഞ്ഞി ഷോൾ വലിക്കല്ലേ. അവനവനെ എടുത്തോണ്ടിരിക്കണുണ്ട്. വയ്യാതായിട്ട് 2 ദിവസം ഇത് തന്നെയാണ് അവസ്ഥ. അപ്പൊ നമ്മൾ ചോറ് കഴിക്കും. എനിക്ക് യെസ്, മീൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ പാത്രത്തിലാക്കി വെക്കാം. മുട്ടയും മുഴുങ്ങി വെച്ചിട്ടുണ്ട്. മുട്ട ഓക്കെ. അപ്പൊ കാണാം ഗൈസ്. മൂടി വരുമ്പോഴത്തേക്കും ഇവിടെ തീരും. ബിരിയാണിയൊക്കെ സെർവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മുട്ട കൂടാൻ നോക്കുമ്പോ മൂടണില്ല. തുടങ്ങി മൂടാൻ പറ്റൂല. ഫിഷ് ഇട്ട് കൊടുക്കും. ഇതെന്താ എഗ് ബിരിയാണി ആക്കണ നീ? അല്ല, ഞാനിങ്ങനെ മൂടാന്ന് വിചാരിച്ചു. മൂടാൻ പറ്റൂല. മൂടി ഒരു മാറ്റും ഈ സാധനങ്ങളൊക്കെ. എനിക്ക് തലണ്ട് ഇവന് ഞാൻ തരാം. മമ്മ
കണ്ടിട്ടില്ല. ഒന്ന് ഞാൻ സെറ്റാക്കി വന്നിട്ടുണ്ട് ടി വി വെച്ച് കൊടുത്തിട്ട്. ഐ ഡോണ്ട് നോ വെൻ ഹിൽ കം. നമ്മുടെ ഗൈസ് മുട്ട കഴിപ്പിക്കണ കേസ് തന്നെ. മുട്ട ബിരിയാണി ആക്കി. അതല്ല വിട്ടെന്തറിയോ, ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ബിരിയാണി ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചപ്പാ ഒരു മിനിറ്റ് ബിരിയാണി ഒക്കെ കൊണ്ടുവന്ന് വെച്ചപ്പാ 60 വക വെക്കുള്ള എന്താണ് അടുത്ത സോണിന്റെ കയ്യിൽ മുട്ടയുടെ പ്ലേറ്റ്. എല്ലാരും പിള്ളേരൊക്കെ മുട്ട എഗ് 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 മുട്ട. അത് അപ്പൊ മുട്ടക്കാണ് ഇവിടെ പ്രാധാന്യം. ആണോ ഞാനില്ല. ഭയങ്കര നാണാണ് കുട്ടിക്ക്. ഇനിയൊരു മോനും ഉണ്ട്. മോന് വീട്ടിലല്ലേ, കണ്ടപ്പോ അറിയൂല കുട്ടിനെ എത്ര വല്ല മോനൊക്കെ ഉണ്ടെന്ന്. സ്ലിമാണ് സ്ലിം. വീട്ടിലല്ലേ ഞാൻ കണ്ട പറയും. അത് വേറെ വിഷയം. എന്നെ പൊങ്കാലിടാൻ പോയോ? വീട്ടിലല്ലേ അത് പറയുമല്ലോ കണ്ട. അത് ഞാനിപ്പോ തടി വെച്ചോണ്ട് തടി ഇല്ലെങ്കിൽ തോന്നൂല. അതാ പറഞ്ഞു തടി വെച്ചു. അങ്ങനെയൊക്കെ തടി കുറക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് ഇതാക്കണേ ഗൈസ്. അപ്പൊ എങ്ങനെയുണ്ട് ബിരിയാണി? ആരും ഒന്നും പറയണില്ല ഗൈസ്. ഇപ്പൊ പറ അടുത്ത് തന്നെ കൊപ്പിക്കണ്ട. ബോൾ അതോടെ ബോൾ കുഞ്ഞി അതോടെ ബോൾ. ബിരിയാണി അങ്ങനെ ഉണ്ടെന്ന് പ്രോപ്പറായിട്ട് ചോദിക്കാൻ പോലും സമ്മതിച്ചില്ല എന്റെ മോൻ. അപ്പൊ തന്നെ ഒരു കുർത്തക്കേട് ഒപ്പിച്ച് ഓടി വന്നിട്ട് ആ ടേബിളിലൊക്കെ തലൊക്കെ കൊണ്ട് ഒന്നും പറ്റില്ല ഭാഗ്യത്തിൽ. ഇപ്പൊ കളിക്കണ്ട് ബോളുമായിട്ട്. അപ്പൊ സുനു വരൂ, എന്താണ് ഒരു വല്ല പെട്ടി നയിക്കാൻ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ നമ്മളത് ഓപ്പൺ ചെയ്യാൻ പോണാണ്. സാഡ്ലി ഇറ്റ്സ് നോട്ട് സുനു. സോ അപ്പൊ പറയൂ ഒന്നുകൂടെ ബിരിയാണി. ഗുഡ് ഗുഡ് ഗുഡ്. അപ്പോ പ്രത്യേകിച്ച് സങ്കടമൊന്നുമില്ല ആര് ഓർഡർ ചെയ്താലും. എന്നെ കൊണ്ടില്ല, അല്ല ജസ്റ്റ് അങ്ങനെ. ഞാൻ പിന്നെ സ്ട്രോങ് ആയത് കൊണ്ടിട്ട് വേദന എടുക്കൂലായിരുന്നു. ഇപ്പൊ ഇവിടെ ബോൾ കളിച്ചോണ്ടിരിക്കുക. സോനു യുവർ ഐറ്റം കാണാൻ വന്നില്ലേ? ഐ ഹാവ് നോ ഐഡിയ ഇതിന്റെ ഉള്ളിൽ എന്താണ്. ഏതൊരു ബ്രാൻഡിന്റെ സെറ്റ് മീൻസ് സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചത്. സ്കിൻ കെയർ സെപ്പറേറ്റ് ആയിട്ട് എടുത്തത്. പ്രത്യേകിച്ചൊന്നും എന്റെ ആയിരുന്നെങ്കിൽ ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള സാധനങ്ങളുണ്ടായിരുന്നു. ബോക്സിന്റെ നല്ല ഉറക്കം. ഇല്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ കുറച്ച് സംസാരിച്ചൊക്കെ ചിൽ ചെയ്യട്ടെ. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ I'm feeling sleepy guys. Bye from Nimmi. Bye guys. Stay tuned.